ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ നന്നായി കഴുകി വൃത്തിയാക്കി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം തീരെ നൈസായിട്ട് കട്ട് ചെയ്യരുത്, അപ്പം നമുക്കത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ വളരെയധികം കനത്തിലും കട്ട് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പിന്നീട് നമ്മൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നതാണ് ഈ ഒരു ഫ്രൈയുടെ ടേസ്റ്റ്. അപ്പം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടറ്റോവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. അത് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സവോളയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണക്കകത്ത് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. നിങ്ങൾ അലുമിനിയം പാത്രം എന്നാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ചേർക്കാവും. അപ്പോൾ എന്താ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. അപ്പം അങ്ങനെ വീണ്ടും അടച്ചു വെച്ച് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ മാറി ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഈ കിഴങ്ങിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനെ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയുള്ള ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിത് മാത്രം മതി കേട്ടോ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം എന്താ എൻ്റെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം വളരെയധികം ടേസ്റ്റിയുള്ള ഒരു ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഏകദേശം എൻ്റെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ ബൈ.